അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. പക്ഷേ ഇതിൽ ഉൾപ്പെടുത്താത്ത പല കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ, സുഖമല്ലേ? അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ രാവിലത്തെ ഓട്ടത്തിന് വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:15, 6:20 പെണ്ണിറങ്ങും. അവിടെ വർക്ക് ചെയ്യണത് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ കൊണ്ടുപോയി വിട്ടുകൊണ്ട് വരണം. അപ്പോൾ അതിനാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. സാധാരണ ഡ്രൈവർമാർക്ക് മദ്രസ ഓട്ടങ്ങളൊക്കെ ഉണ്ടാവില്ല കേട്ടോ, പക്ഷേ എനിക്ക് മദ്രസ ഓട്ടമില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ വീട്ടിൽ 3ാമത്തെ വർഷമാണ്. 3 വർഷമായിട്ട് എനിക്ക് ഈ ജാമ്യ ഓട്ടം, അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കണില്ല, ഈ ഒരു ഓട്ടം എനിക്ക് 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേകിച്ചൊരു ടൈമും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ 6:30-ക്കാവും, ചിലപ്പോൾ 7 മണിക്കാവും, ചിലപ്പോൾ 8 മണിക്കാവും. പല സമയത്തേക്കാരും ഓരോ ദിവസങ്ങളുണ്ടാവുക. ചിലപ്പോൾ ഒരു 10-15 ദിവസം ഒരേ ടൈമിനാവും. അത് കഴിഞ്ഞാൽ ടൈം വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ഈ മദ്രസ ഓട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ മദ്രസ കൊണ്ടാക്കുന്ന ഓട്ടം, അത് കറക്റ്റൊരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ടൈം പിന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം തന്നെ ചെറിയ കുട്ടികളുണ്ട് ഇവിടെ, കഫീലിൻ്റെ കുട്ടികളുണ്ട്. അവരൊക്കെ കഫീലിൻ്റെ കാരണവരെ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ അവരെന്നെ ജോലിക്ക് പോകുമ്പോൾ അവരുടെ ജോലി ടൈമും ഏകദേശം ആ ഒരു സമയത്താണ്, മദ്രസൻ്റെ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുട്ടികളായിട്ട് അങ്ങനെ പോകട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഫീലിൻ്റെ പെണ്ണുങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് വണ്ടിയൊക്കെ എടുത്തേക്കണം. അപ്പോൾ കുട്ടികളായിട്ട് അവരാണ് പോക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് മദ്രസ ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ല. മദ്രസ ഓട്ടം ഒരുവിധം ഡ്രൈവർമാർക്കൊക്കെ മദ്രസ ഓട്ടം ഉണ്ടാവാറുണ്ട്. എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും പെണ്ണിറങ്ങുന്നുണ്ട്, നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഞാനിങ്ങനെ കാണിക്കാം. ഓക്കെ. അങ്ങനെ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊടുന്ന് ഇറക്കി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകട്ടെ. അപ്പോൾ വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മേലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലുള്ളൊരു വ്യൂ ആണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ചില ടൈമിൽ ഇവിടെ പിന്നെ ഇവൾക്ക് ഇവിടെ വർക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ അനിയത്തി ഉണ്ടായിരുന്നു, അവൾക്ക് ഇവിടെ പഠിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഇവിടെ ചില സമയത്ത് 3 മണിക്കൂറും 2 മണിക്കൂറും വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിൻ്റെ മേലെ ഉണ്ടാ അധികം വണ്ടി കൊടുന്ന് പാർക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ മേലെ നിന്നാൽ ഒരു വ്യൂ ഉണ്ട്, അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യൂ ആണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നന്ന രാവിലെ ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ കുറവാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ളാവട്ടാണ്. ഏകദേശം ഒരു 5-6 നില മുഴുവനും പാർക്കിംഗ് തന്നെയാണ്. ഞാൻ മുകളിലെത്തിയെന്ന് വെച്ചിട്ടാണ് ഇവിടെ സൈഡാക്കിയത്. പക്ഷേ മുകളിലെത്തിയിട്ടില്ല. നമുക്കൊന്നും കൂടെ റിവേഴ്സ് എടുത്ത് കാണാൻ ഒന്നും കൂടെ മുകളിൽ പോവാം, നല്ല ശരിക്കുള്ള വ്യൂ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ മുകളിലെത്തിയിട്ടുണ്ട്. ഏറ്റവും മുകളിലല്ല, ഏറ്റവും മുകൾ ഭാഗത്തിൻ്റെ താഴത്തുള്ള നിലയിലാണ് ഇപ്പോൾ വണ്ടി കൊടുത്ത് പാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. വണ്ടിക്ക് പുറത്തിറങ്ങിയാൽ നല്ല സൗണ്ട് കേൾക്കാറുണ്ട്, കാരണം അത് ഒരുപാട് മുകളിലാണ്, നല്ല കാറ്റിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. ഇതാണ് ഞാൻ ആ പറഞ്ഞ കാഴ്ച. ഇതൊന്നും തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ടാണ് കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിൽ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും, അതുപോലെ റൈറ്റ് സൈഡിൽ മാത്രം ട്രക്കിൻ്റെ ഒരു വരിയും അങ്ങനത്തെ ഉള്ളൊരു സമയമൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇത് ഏകദേശം 120-130 സ്പീഡ് പോകുന്ന ട്രാക്കാണ് കേട്ടോ. ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ജിദ്ദയിലേക്കും ലെഫ്റ്റ് സൈഡ് കാണുന്നത് മക്കയിലേക്കുള്ള വഴിയാണ് കേട്ടോ. മക്കയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയാണ്, മക്ക ജിദ്ദ എക്സ്പ്രസ് ഹൈവേയാണ് കേട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളുമായിട്ട് മക്കയിലേക്ക് പോകുന്നവരും ഉംറ ചെയ്ത് ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തിരിച്ചു വരുന്നവരും ആയിരിക്കട്ടെ ഒരുവിധം വണ്ടികളിലൊക്കെ. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കാണ്ട് വൈകുന്നേരം ഒരു നല്ലൊരു വ്യൂ ഉണ്ട്, സൂര്യൻ അസ്തമിക്കുന്ന ഒരു വ്യൂ ആ മലകൾക്ക് അപ്പുറത്ത്.
അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. വൈകുന്നേരം സമയമായാലും ഇവിടെ വന്ന് നല്ലൊരു വൈബാണ് ഇവിടെ വന്ന് പിന്നെ അങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഇവിടെ ഈ കോളേജിൽ വന്നാലും ഇവിടെ വെയിറ്റിംഗ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഇവിടെ. എങ്ങനെയുണ്ട് ഈ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് കണ്ട് വീട്ടിൽ പോകാണ്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളും സ്ഥിരമായിട്ടുള്ള ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനോ മാളിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ എടുക്കാൻ വരുന്നത് വൈകുന്നേരം 7 മണിക്കാണ് കേട്ടോ. 7 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഒരുപാട് ദിവസമായി ബീഫും പൊറോട്ടയും കഴിക്കണം വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഒരു മലയാളി ഹോട്ടൽ കണ്ടിട്ട് അവിടെ കയറിയിട്ട് ബീഫും പൊറോട്ടയും കഴിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇനി വൈകുന്നേരം 7 മണി വരെ ഞാൻ ഫ്രീ ആണെന്നല്ല കേട്ടോ. ചെന്നിട്ട് എനിക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളും വണ്ടി കഴുകാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചുള്ളൊരു ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ പിന്നെ ഈ ഹൗസ് ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞാൽ ഈ കയറില്ലാതെ കെട്ടിടുക എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതേപോലുള്ളൊരു പണിയാണിത്. അതായത് നമുക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് എങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അവർക്ക് എപ്പോഴാണ് നമ്മൾ ആവശ്യം, എപ്പോഴാണ് വിളിക്കുക ഒന്നും പറയാൻ പറ്റില്ല. ഏത് സമയത്തും നമ്മൾ വിളിക്കാം. നമ്മൾ ഒരു പണിയില്ല എന്ന് വിചാരിച്ച് കണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് കണ്ട് എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ എവിടേക്കോ അങ്ങനെ പോകണുണ്ട്, റോങ് സൈഡിൽ കയറിക്കാണ്ട് പോകണത് ബസ്സിൻ്റെ അടിയിലേക്ക്. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇരുന്ന് കാണ്ട് എന്നാൽ കുറച്ച് നേരം ഉറങ്ങാന്ന് വിചാരിച്ച് കാണ്ട് അവിടെ കിടക്കുമ്പോഴേ ഈ കാര്യം വിളിക്കാം എന്തെങ്കിലും പോവാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാണ്ട് എന്ന് പറഞ്ഞു കണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, കയറില്ലാതെ കെട്ടിടുന്ന ഒരു പരിപാടിയാണ് ഈ ഹൗസ് ഡ്രൈവർ ജോലി. മറ്റുള്ള പണിക്കൊക്കെ നമുക്കൊരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം 5 മണി വരെ നമുക്ക് ഡ്യൂട്ടി ടൈം ആണെങ്കിൽ 5 മണി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് എന്തെങ്കിലും പോകാണ്ടെങ്കിൽ പോവാന്നുള്ളൊരു ഇതുണ്ട്. ഇത് ഇവരോട് ചോദിച്ചാൽ നമുക്ക് അയക്കുകയൊക്കെ ചെയ്യും. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോവാണ്ടെന്നുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ പോയിക്കോന്നൊക്കെ പറയും. പക്ഷേ ചിലപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേ ഈ കാര്യം പിന്നെ ഇവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വരിക. അപ്പോൾ നമ്മൾ പോയത് നടക്കില്ല, നമുക്ക് റിട്ടേൺ വരേണ്ടി വരും. കാരണം ഇവരെ ഹോട്ടലല്ലേ നമുക്ക് മെയിൻ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മളതുള്ളൂ. പിന്നെ നമുക്ക് ഈ പണിയില്ലാതെ റൂമിൽ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ തീരെ ഓട്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സൊക്കെ പറയാം എനിക്ക് നല്ല സുഖമാണ്, എനിക്ക് 24 മണിക്കൂർ ഉറങ്ങുക എന്നൊക്കെ. പക്ഷെ എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടലിൽ നിന്ന് ബീഫ് തിന്നത് വയറിന് ചെറിയൊരു പണി കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ടൊരു പെപ്സി വാങ്ങി കുടിച്ച്. അത് കുടിച്ചപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്. അങ്ങനെ കഴിഞ്ഞ് വെയിൽ വല്ലാതെ ചൂടാവുന്നതിന് മുമ്പ് തൽക്കാലം എൻ്റെ വണ്ടി മാത്രം ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി ഒന്ന് വെള്ളമൊക്കെ അടിച്ച് കണ്ടൊന്ന് തുടച്ചിട്ട്. ഈ ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി പാറിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുടച്ചില്ലെങ്കിൽ ആകെ വൃത്തികേടായി കാര്യം വണ്ടി, പ്രത്യേകിച്ച് ടൗണിലായതുകൊണ്ടേ. അങ്ങനെ 2:15 കഫീൻ്റെ അനിയൻ വിളിച്ച് കണ്ടിച്ച് പോയിട്ട് ഒരു അൽബൈക്ക് മേടിച്ചോട്ടെന്ന് ചോദിച്ചു. അങ്ങനെ അൽബൈക്ക് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ റോഡിൻ്റെ ഇപ്പുറത്ത് വണ്ടി സൈഡാക്കിയിട്ട് അപ്പുറത്ത് കിടക്കണം. റോഡ് മുറിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ജിദ്ദയിലൊക്കെ എല്ലായിടത്തും സൗദി അറേബ്യൻ്റെ എല്ലാ ഭാഗത്തുണ്ട്. അങ്ങനെ ഉച്ച സമയത്ത് ആയതുകൊണ്ട് തന്നെ അൽബൈക്കിലും അല്ലാതെ തിരക്കൊന്നുമില്ല. ചെന്നേക്ക് തന്നെ സാധനം ഓർഡർ ചെയ്ത് സാധനം അപ്പം തന്നെ കിട്ടിയിട്ടാ. തിരക്കുള്ള ദിവസങ്ങളിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അത്മാതിരി തിരക്കേക്കാരം. അങ്ങനെ അൽബൈക്ക് വാങ്ങി വണ്ടിയിൽ വെച്ച് കണ്ട് പോയപ്പോൾ ചെക്കൻ വിളിച്ച് കണ്ട് പറഞ്ഞ് വരുമ്പോൾ ഒരു കിൻസ വാങ്ങുന്നത്. കിൻസയാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ കൂടുതൽ മൂവിങ് ഉള്ളൊരു സാധനം കേട്ടോ. നമ്മളെ മിലാഫ് കോളൻ്റെ ഒന്നും ഒരു വിവരമില്ല. കിൻസ നല്ല അടിപൊളി സാധനമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ ഫുഡാണ് ഇപ്പോൾ അത്. ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ട്, കുറച്ച് ചോറുണ്ട്, രണ്ടും ചൂടാക്കി കഴിക്കണം. അങ്ങനെ രണ്ടും ചൂടാക്കി കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അങ്ങനെ വൈകുന്നേരം കെറ്റിൽ കുറച്ച് ചായ ഉണ്ടാക്കി. പിന്നെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കുറച്ച് മിച്ചറുണ്ടായിരുന്നു. അങ്ങനെ ആ മിച്ചറും കൂട്ടിക്കാണ്ട് ചായ അടിച്ച് ഇനിയിപ്പോൾ പെണ്ണിനെ എടുക്കാൻ വേണ്ടി പോകണം. ഏകദേശം ഒരു 5:30-5:45 മണിയാക്കണേ. കുറച്ച് നേരത്തെ പോകണം, കാരണം വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ട്രാഫിക് ജാം ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഉള്ള ദൂരം എന്ന് പറഞ്ഞത് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ടാ. ഈ 40 കിലോമീറ്റർ ഒരു അരമണിക്കൂർ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ മതി. പക്ഷേ മിക്കവാറും ട്രാഫിക് കയറിയ റോട്ടുമ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ട്രാഫിക് കുറവുണ്ട്.
ഇപ്പോൾ ട്രാഫിക് നല്ല ബ്ലോക്കൊക്കെ ഉള്ള സമയത്ത് 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെ എടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അല്ലാതെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ട്രാഫിക് ഉണ്ടാവും എന്നുള്ളൊരു രീതിയിൽ ഒരു ഊഹം വെച്ച് കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങും. രാവിലെ ഇതുപോലെ തന്നെയാണ്. രാവിലെ മദ്രസ അല്ലെങ്കിൽ എല്ലാവരും പിന്നെ ജോലിക്ക് പോണ സമയം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ രാവിലെ നല്ല ട്രാഫിക് ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്താനായി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടപ്പോൾ സമയം 6:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 5:55 അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ നമ്മളെ വീട്ടിൽ പുതിയൊരു പൂച്ച സാർ വന്നിട്ടുണ്ടോ. ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് അല്ലെങ്കിൽ ആരൊരു ഉപേക്ഷിച്ചതെന്നാവും. മേത്തൊക്കെ ആകെ ചളിയുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ചോക്ലേറ്റ് മിൽക്ക് ഇരുന്നീന്, അത് കൊടുത്ത്. എന്നാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒന്ന് കുളിപ്പിച്ചെടുത്താൽ സെറ്റ് ആവും കേട്ടോ. ഇറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ നല്ല രസമുള്ളതൊക്കെ വരലുണ്ട്. മിക്കവാറും ആരെങ്കിലും വളർത്തുന്നതൊക്കെ കേൾക്കാറ്. ഇറ്റങ്ങൾ പുറത്തിറങ്ങിയാൽ പിന്നെ ഭക്ഷണം കിട്ടാതെ ചാവും. കാരണം മറ്റുള്ള പൂച്ചകളുമാതിരി ഇറ്റങ്ങൾക്ക് വീട്ടിലടച്ചിട്ട പൂച്ചകളായതുകൊണ്ടേ ഇറ്റങ്ങൾക്ക് ഫുഡ് കണ്ടെത്തി തിന്നാനുള്ളൊരു ഐഡിയ ഒന്നുമില്ല. അങ്ങനെ വൈകുന്നേരം ഞാൻ രാവിലെ ബീഫ് കഴിച്ചതുകൊണ്ട് വയറിനൊരു സുഖം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ രാത്രി എന്ത് ചെയ്യാത്, ഒരു പപ്പായ വാങ്ങിയിട്ട് അത് കഴിച്ച് കണ്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. പക്ഷേ ഇതിൽ ഉൾപ്പെടുത്താത്ത പല കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം അതിനിടയിൽ ചെറിയ ഓട്ടങ്ങൾ പോയത് അല്ലെങ്കിൽ ചെറിയ പണികൾ, അതൊന്നും ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആവില്ല. ചിലപ്പം അതിന് പറ്റിയൊരു മൂഡാവില്ല. ചിലപ്പം കാറിൽ ഒരു ഫാമിലി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല, ഈ ഒരു വീഡിയോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കാര്യങ്ങളൊന്നും ആവില്ല. ഓരോ ഡ്രൈവർമാർക്കും ഓരോ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ ഈ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഔസ്റ്റർ ജീവിതം എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കയറില്ലാതെ കിട്ടുന്ന ഒരു പരിപാടിയാണത്. എന്നാലും ഹാപ്പിയാണ്, അൽഹംദുലില്ലാ. ഇതുകൊണ്ടാണ് നമ്മളെ ഫാമിലിയും ഞാനും എല്ലാവരും കഴിഞ്ഞു പോണത്, അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും.